ഹായ്, ഇന്ന് നമ്മളൊരു ശ്രഗ് തയ്ക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രഗിൻ്റെ ഇറക്കെടുക്കുന്നത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 16 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇത് ലൈനിങ് പീസാണ്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോള് 6.5 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ കൈക്കുഴി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ടൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് സീം എലവൻസും വിട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഇതിൻ്റെ 14 ഇഞ്ചിൽ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുകയാണ്. വേസ്റ്റ് റൗണ്ട് 8 വരുന്നത്. 8 ഇഞ്ചും പിന്നെ അതേ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ ആ ഒരു 8 ഇഞ്ചും തയ്യൽ തുമ്പും കൂടിയുള്ള ആ ഒരു അളവ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ബാക്ക് പീസാണ് നമ്മളിങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ട് പീസ് ഞാനിനി ഈ ബാക്ക് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ആദ്യം ഇതിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതേപോലെ ഇതിൻ്റെ ഇറക്കം 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 1/2 ഇഞ്ചിന് ഇതിലേക്ക് ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു 15 ഇഞ്ച് ഇറക്കവും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 16 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ഈ സൈഡ് വശത്ത് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. താഴ്വശത്തേക്ക് സൈഡ് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റി വെട്ടുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് ബാക്കാണ്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 ആക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ മടക്ക് വരുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കണം. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വരിക. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരേ ലെവലിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഷ്രഗ് കട്ട് ചെയ്തതിൻ്റെ ബാക്ക് പീസ്, ഷ്രഗിന് വേണ്ടിയിട്ടുള്ള ബാക്ക് പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇവിടെ 3 ഇഞ്ച് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം.
ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൂടി നമ്മൾ ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണ്. ആ 3 ഇഞ്ച് മടക്ക് നമുക്ക് ആവശ്യമില്ല. ഇനി ഇതേപോലെ നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ രണ്ടറ്റവും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. ഇത് തയ്യൽ തുമ്പായിട്ട് പോകുന്ന ഭാഗമാണ്. ഈ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതിൻ്റെ ആം ഹോളും എല്ലാം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ആം ഹോളും ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വീതിയും വേസ്റ്റിൻ്റെ വീതിയും അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ആ റൗണ്ട് ഷേപ്പൊക്കെ അതേപോലെ തന്നെ നമുക്കിതിൽ കട്ട് ചെയ്ത് അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി ഈ ഒരു പീസ് മാറ്റിയെടുക്കുക. മാറ്റി വെച്ചിട്ട് ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ ഒന്നും കൂടി കുഴിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഒന്നുകൂടി കുഴിച്ചിട്ട് നമ്മളിത് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ വരച്ച ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. കയ്യിന് ഞാൻ ലൈനിങ് വെക്കാതെയാണ് തയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നുണ്ടാവുക. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഈ ഫ്രണ്ടിൽ വരുന്ന 2 പീസാണിത്. പിന്നെ അതേപോലെ ബാക്കിലേക്ക് കട്ട് ചെയ്തെടുത്ത പീസാണ് നമ്മളിത്. ഇനി ഈ ഒരു 3 പീസും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ മെറ്റീരിയൽ നിന്ന് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ പീസുകൾ വെച്ചിട്ട് അതേ കറക്റ്റ് അളവിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലേക്ക് ആവശ്യമുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ നല്ല വശം ചേർത്തിട്ട് ഈ ലൈനിങ് രണ്ടും വെച്ചിട്ട് ഇതിൽ കൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതുവരെ ഒരു എൽ ഷേപ്പിൽ ഇങ്ങോട്ടും അതേപോലെ തിരിച്ച് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇതുവരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിത് പുറം മറിച്ച് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗവും അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന രീതിയിലായിട്ടേക്കാരം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒന്ന് ഈ നെക്ക് ഭാഗമാണ്. ഈ നെക്ക് ഭാഗത്ത് ഇത് നല്ല വശമാണ്. നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇതിൻ്റെ ഈ നെക്ക് ഭാഗത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഈ അടിവശത്തും ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ഇതേപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെയും അവിടെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് കൈയൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് 4 ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണ്. കയ്യിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല. ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കാം. കൈയിൻ്റെ ലെങ്ത്ത് വേണ്ടത് 15 ഇഞ്ചാണ്. പക്ഷേ ഇവിടെ 15 ഇഞ്ച് എനിക്ക് കിട്ടില്ല, കാരണം ഇവിടെ ഒരു കട്ടിങ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് 13.5 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു പീസും കൂടി ജോയിൻ ചെയ്തിട്ടാണ് 15 ഇഞ്ച് കൈയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ നിന്ന് 13.5 ഇഞ്ചിൽ സ്ട്രൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു പീസിലാണ് നമ്മൾ കൈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കൈ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 7.5 ഇഞ്ച് വീതി ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പീസിനുള്ളത്. 4 ആക്കിയിട്ട് മടക്കി വെച്ചതാണിത്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് താഴെ ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് ഒരു ലൈൻ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കൈയിൻ്റെ സ്ലീവ് റൗണ്ട് ഇവിടെ ഒരു 6 ഇഞ്ചാണ് വരുന്നത്. അതിൽ കൂടി 1 ഇഞ്ചും കൂടി സീം അലവൻസ് കൂട്ടിയിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതേപോലെ ഇവിടെ സ്ലീവ് റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിൽ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ വരുന്നത് ഒരു 5.25 ആണ്. ഇവിടെ ഒരു 6.25 അടയാളപ്പെടുത്തുക.
ഇനി ഇതിങ്ങനെ ഒരു ലൈനാക്കിയിട്ട് ഇതിലേക്ക് വരച്ചു കൊടുക്കാം. നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ ഒരു 13.5 ഇഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടി 15 ഇഞ്ച് വരാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചും കൂടി നീളമുള്ള പീസിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ആകുമ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചും ജോയിൻ ചെയ്യുന്ന പീസിൽ നിന്ന് ഒരു 1/4 ഇഞ്ചും പോകും. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച കയ്യിൽ താഴെ ഭാഗത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 4 ഇഞ്ച് വീതി വരുന്ന ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ കൈയിൻ്റെ വക്കിന് ഇത് വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് ഭാഗത്ത് നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്കിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അടിവശത്തും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലൈനിങ് വലിച്ച് പിടിച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ അടിവശത്ത് കൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈനായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് താഴെ വശത്തും മുകൾ വശത്തും ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് പുറം മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ഭാഗത്ത് ലൈനിങ് ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് നല്ല വൃത്തിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസുകൾ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് പുറം മറിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൽ ഷേപ്പിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗവും അടിഭാഗവും മാത്രം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് മാത്രം ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പീസും കൂടി നമുക്ക് ഇതേപോലെ സൈഡിലൂടെ സ്റ്റിച്ചിട്ടിട്ട് പുറം മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള 2 പീസും നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക ഷോൾഡറിൻ്റെ ഭാഗം. എന്നിട്ട് അടിയിൽ നിന്ന് അതിൻ്റെ ലൈനിങ്, അതായത് ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 4 പീസും ഒരേ ലെവലിൽ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിച്ചിൻ്റെ ഇതൊന്നും തുമ്പും ഒന്നും പുറത്ത് കാണാത്ത രീതിയിലായിരിക്കും ഇങ്ങനെ ചെയ്തെടുത്താലുണ്ടാവുക. ഇപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തേക്കുന്നത്. അതേപോലെ നമുക്ക് മറ്റേ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ആദ്യം നമുക്കൊന്ന് 2 പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് പീസിൻ്റെ മുകളിൽ ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ബാക്ക് പീസിൻ്റെ ലൈനിങ് കഴുത്തിൻ്റെ ആ വശത്തു കൂടെ പുറം മറിച്ച് മുന്നിലുള്ള പീസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ എടുക്കുക. ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ടിലത്തെ പീസിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വെക്കുക. ഇനി ചേർത്ത് വെച്ച പീസിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് പുറം മറിച്ചെടുത്താൽ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഷോൾഡർ ജോയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ തുമ്പൊന്നും പുറത്ത് കാണില്ല. ഇനി ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ ഷോൾഡറും അതേപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ കൈ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈയിൻ്റെ താഴെ വശത്തൊരു പീസ് അറ്റാച്ച് ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 4 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്. അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി കൈ കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ വശത്ത് നല്ല വശത്ത് ചേർത്ത് വെച്ചിട്ട് അതിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് പുറം മറിച്ച് വെച്ചിട്ട് പതിച്ച് വെച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ മറ്റേ കൈ നമുക്ക് ചെയ്തെടുക്കാം. 2 കൈയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കൈ ഷോൾഡറുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡിലും ഒരേപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കുക. അങ്ങനെ 2 കൈയും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൈയൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമുക്കിനി സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കൈയിൻ്റെയും വേസ്റ്റ് ഭാഗത്തിൻ്റെയും സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാനിതിന് 1 ഇഞ്ച് സീം എലമെൻറ്റ്സ് വിട്ടതുകൊണ്ട് ആ 1 ഇഞ്ച് അളവിൽ കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. 2 വശവും നമുക്ക് ഇതേപോലെ സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഞാനിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ്, ഇതിൻ്റെ തുമ്പൊന്നും വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ ബ്രദർ മെഷീനിൽ ഇതിൻ്റെ 3ാമത്തെ സിഗ്സാഗ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണിത് ഓവർലോക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ശ്രഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ശ്രഗ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.